സ്നേഹിച്ചു മടുത്തിട്ടുണ്ടോ നിങ്ങൾ? സ്നേഹിച്ചവർ തന്നെ ശത്രുക്കളായി മാറുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമെന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ചത് നമുക്കുള്ളിലെ ഒരു അവസ്ഥയാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ആത്മീയത ആരംഭിക്കുന്നത്. നമ്മുടെ ശരീരമെന്നത് ഒരു തടവറയല്ല, അതൊരു ദേവാലയമാണ്. തന്ത്രശാസ്ത്രത്തിൻ്റെ ഗഹനമായ ഉൾക്കാഴ്ചകളിലൂടെ നാം നമ്മുടെ ശരീരത്തെയും അതിലെ ഊർജ കേന്ദ്രങ്ങളെയും അറിയുകയാണ്. ലൈംഗികത എന്ന അടിസ്ഥാന ഊർജം എങ്ങനെയാണ് സമാധി എന്ന പരമമായ പ്രകാശമായി മാറുക? അടിച്ചമർത്തലല്ല, പരിവർത്തനമാണ് മോചനത്തിലേക്കുള്ള വഴി. കൈവശപ്പെടുത്തുവാനുള്ള ആഗ്രഹം സ്നേഹത്തെ ചങ്ങലക്കിടുകയാണ്. എന്നാൽ ഭക്തി സ്നേഹത്തിന് ചിറകുകൾ നൽകുകയാണ്. സ്നേഹത്തിനായി ഇരക്കുന്ന യാചകനിൽ നിന്നും നമ്മൾ സ്നേഹം പങ്കുവയ്ക്കുന്ന രാജാവായി മാറുന്ന നിമിഷമാണിത്. അഹന്തയുടെ തടവറകൾ തകർത്ത് അസ്തിത്വത്തോടുള്ള അനുരാഗമായി മാറുന്ന ഭക്തിയുടെ മഹാകാശങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. നമസ്കാരം. ഇന്നത്തെ ആത്മീയ ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ നിഗൂഢതയാണ് സ്നേഹം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും പാടപ്പെട്ടതും എഴുതപ്പെട്ടതുമായ ഒന്നാണ് സ്നേഹമെന്നത്. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, സത്യത്തിൽ സ്നേഹം എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളും വേദനകളും ഉണ്ടാകുന്നത് ഈ സ്നേഹത്തിൻ്റെ പേരിൽ തന്നെയല്ലേ? ഇന്നത്തെ യാത്രയിൽ സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ തെറ്റിദ്ധാരണകളെയും മാറ്റിവെച്ച് അതിൻ്റെ പരമമായ സത്യത്തിലേക്ക് പതുക്കെ നമുക്കൊന്ന് നടന്നു നോക്കാം. പലരും ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സ്നേഹം 24 മണിക്കൂറും നിലനിർത്താൻ കഴിയാത്തതെന്ന്. വിവാഹത്തിന് മുൻപ് അമിതമായി സ്നേഹിച്ചവർ വിവാഹശേഷം പരസ്പരം വെറുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്നേഹിച്ചവർ തന്നെ ശത്രുക്കളായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ. ഈ ചോദ്യങ്ങളിൽ തന്നെ വലിയൊരു തെറ്റുണ്ട്. സ്നേഹമെന്നത് നമ്മൾ ചെയ്യുന്ന ഒന്നാണെന്നാണ് എല്ലാവരും കരുതുന്നത്. നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തും, അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്. സ്നേഹമൊരു പ്രവൃത്തിയല്ല, അതൊരു അവസ്ഥയാണെന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് കരുതിയാൽ കുറച്ചു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും. വിശ്രമിക്കാൻ വേണ്ടി നമ്മൾ അല്പനേരം നിൽക്കും. നമ്മൾ സ്നേഹം ഒരു പ്രവൃത്തിയായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ ക്ഷീണിതനാകും. ആ ക്ഷീണത്തിൽ നിന്ന് വിശ്രമിക്കാൻ മനസ്സ് കണ്ടെത്തുന്ന വഴിയാണ് വെറുപ്പെന്നത്. അതുകൊണ്ടാണ് പ്രണയിക്കുന്നവർ അടുത്ത നിമിഷം തന്നെ കലഹിക്കുന്നത്. സ്നേഹം ഒരു പ്രവൃത്തിയാകുമ്പോൾ അതിന് വിപരീതമായ വെറുപ്പ് കൂടെ ഉണ്ടാകും. എന്നാൽ സ്നേഹം നമ്മുടെ അവസ്ഥയായി മാറുമ്പോൾ അത് ശ്വാസം പോലെ സ്വാഭാവികമാകും. ശ്വസിക്കാൻ നമുക്ക് ക്ഷീണമില്ലാത്തതുപോലെ സ്നേഹം അവസ്ഥയാകുമ്പോൾ അവിടെ മടുപ്പില്ല, വെറുപ്പുമില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്നേഹം എങ്ങനെയാണ് ഒരു പ്രവൃത്തിയല്ലാതെ നമ്മുടെ ഉള്ളിലെ സുഗന്ധമായി മാറുന്നതെന്നാണ്. സ്നേഹം ഒരാളിലേക്ക് മാത്രം തിരിയുമ്പോൾ അത് സ്നേഹമെന്നും, അത് ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലേക്കും പടരുമ്പോൾ അത് കരുണയെന്നുമാണ് അറിയപ്പെടുക. നമുക്കുള്ള ഈ കുറച്ചു സമയം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് സ്നേഹമെന്ന ബന്ധനത്തിൽ നിന്ന് സ്നേഹമെന്ന വിമോചനത്തിലേക്കാണ്. ആ ഒരു യാത്രയാണ്.
എൻ്റെ കൂടെ ഈ യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ പരമമായ ബോധത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ശരി, എന്തുകൊണ്ടാണ് പ്രണയിക്കുന്നവർ തമ്മിൽ കലഹിക്കുന്നത്? നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ വിരോധാഭാസം എന്നത് ഇതല്ലേ? ഈ ലോകത്ത് കൂടുതൽ സ്നേഹിക്കുന്നവർ തന്നെയാണ് കൂടുതൽ വെറുക്കുന്നതും. ഇതിൻ്റെ കാരണം ലളിതമാണ്. നമ്മൾ സ്നേഹത്തെ ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിതനാകും. ഏതൊരു പ്രവൃത്തിക്കും വിശ്രമം ആവശ്യമാണ്. നമ്മൾ സ്നേഹം ഒരു പ്രവൃത്തിയായി ചെയ്യുകയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ നമുക്ക് ആ പ്രവൃത്തിയിൽ മടുപ്പ് തോന്നും. ആ ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സ് തിരഞ്ഞെടുക്കുന്ന വിശ്രമവേളയാണ് വെറുപ്പ്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവർക്കിടയിൽ ഇടയ്ക്കിടെ കലഹങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാം സ്നേഹിച്ച് ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി വെറുപ്പിലേക്ക് പോകും. ഇതൊരു പ്രവൃത്തിയായി തുടരുന്നിടത്തോളം കാലം സ്നേഹവും വെറുപ്പും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ നമ്മുടെ കൂടെ ഉണ്ടാകും. സ്നേഹം നമ്മൾ ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ ആയിത്തീരേണ്ട ഒന്നാണ്. ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ, ഒരു പൂ സുഗന്ധം പരത്തുന്നത് അത് ചെയ്യുന്ന ഒരു ജോലിയല്ലല്ലോ. വഴിയിലൂടെ ഒരു രാജാവ് പോയാലും ഒരു യാചകൻ പോയാലും പൂവവിടെ സുഗന്ധം നൽകും. ഇനി ആ പൂവിനെ ആരെങ്കിലും കല്ലെറിയുകയാണെങ്കിൽ ആ കല്ലെറിയുന്നവനും ആ പൂവ് യഥേഷ്ടം സുഗന്ധം നൽകും. കാരണം സുഗന്ധം എന്നത് പൂവിൻ്റെ അവസ്ഥയാണ്. സ്നേഹം നമ്മുടെ അവസ്ഥയായി മാറുമ്പോൾ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരില്ല. നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായി സ്നേഹം നമ്മിൽ നിന്നും പ്രസരിക്കും. അവിടെ മടുപ്പുമില്ല, ക്ഷീണവും ഉണ്ടാകില്ല. കാരണം അത് നമ്മൾ ചെയ്യുന്ന ഒന്നല്ലല്ലോ, മറിച്ച് നമ്മൾ ആയിരിക്കുന്ന ഒന്നാണ്. സ്നേഹം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് പലപ്പോഴും ഒരു ബന്ധനമായി മാറും. എന്നാൽ എല്ലാവരിലേക്കും അത് പടരുമ്പോൾ കരുണയായി മാറും. അത് സ്നേഹം ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതൊരു ടോർച്ച് ലൈറ്റ് പോലെയാണ്. ചെറിയൊരു ഭാഗം മാത്രമേ പ്രകാശിക്കുകയുള്ളൂ, ബാക്കിയുള്ളിടം ഇരുട്ടായിരിക്കും. എന്നാൽ അത് കരുണയായി മാറുമ്പോൾ സൂര്യപ്രകാശം പോലെ സർവ്വതിലേക്കും ആ പ്രകാശം പടരും. നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞത് ഈ ബോധത്തിൽ നിന്നുകൊണ്ടാണ്. സ്നേഹം നമ്മുടെ സ്വഭാവമായി മാറിയാൽ മുന്നിൽ ശത്രുവായാലും മിത്രമായാലും നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കയ്പുള്ള ഒരു വസ്തു കഴിച്ചാലും മധുരമുള്ള ഒരു വസ്തു കഴിച്ചാലും നമ്മുടെ ശ്വാസത്തിന് മാറ്റമുണ്ടാകാത്തതുപോലെ പുറത്തുള്ള സാഹചര്യം എന്തു തന്നെയായാലും നമുക്കുള്ളിലെ സ്നേഹത്തിൻ്റെ അവസ്ഥ മാറുന്നില്ല. അതുപോലെ 24 മണിക്കൂറും എങ്ങനെ സ്നേഹിക്കുമെന്ന ചോദ്യം തന്നെ അസംബന്ധമാണ്. 24 മണിക്കൂർ എന്നത് ഒരു സങ്കല്പം മാത്രമല്ല. ജീവിതത്തിൽ നമുക്ക് ഒരു നിമിഷം മാത്രമല്ലേ ലഭിക്കുന്നുള്ളൂ. അതിപ്പോഴാണ് താൻ. ആ ഒരു നിമിഷത്തിൽ സ്നേഹമായിരിക്കാൻ നമുക്കറിയാമെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ തുടരുവാനും നമുക്ക് കഴിയില്ലേ. നമുക്ക് ചിന്തിക്കാൻ സമയം വേണം, എന്നാൽ സ്നേഹിക്കാൻ സമയം ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ, നമ്മൾ വർത്തമാന നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ അവിടെ സ്നേഹം താനെ സംഭവിക്കും. നമ്മൾ ശ്വസിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീരം ഉടനെ തന്നെ മരിക്കും. അതുപോലെ തന്നെയാണ് സ്നേഹം ആത്മാവിൻ്റെ ശ്വാസോച്ഛ്വാസമാണ്. നമ്മൾ സ്നേഹത്തിലല്ലെങ്കിൽ ആത്മാവ് ജനിക്കുന്നേയില്ല. ശ്വസനം ഒരു പരിശ്രമമാണെങ്കിൽ നാം ക്ഷീണിക്കുമായിരുന്നു, അല്ലേ? ചിലപ്പോൾ ശ്വസിക്കാൻ പോലും നമ്മൾ മറന്നുപോകുമായിരുന്നു. നമ്മിലുള്ള സ്നേഹവും അതുപോലെയാകണം. യാതൊരുവിധ പരിശ്രമവുമില്ലാതെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ഒന്നായി മാറണം. എത്ര മനോഹരമായിരിക്കും അത്! നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഉന്മേഷഭരിതവും ചൈതന്യവുമുള്ളതായി മാറുകയാണ്.
നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ സംഭവിക്കുന്ന വലിയൊരു ദുരന്തമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കും. ഒരാളോട് എൻ്റെ അടുത്തിരിക്കുമ്പോൾ മാത്രം ശ്വസിക്കുക, മറ്റൊരിടത്തും ശ്വസിക്കരുതെന്ന് പറയുന്നത് എത്രമാത്രം അസംബന്ധമാണോ, അതുപോലെയാണ് എന്നെ മാത്രം സ്നേഹിക്കൂ എന്ന് പറയുന്നത്. മറ്റാരെയും സ്നേഹിക്കരുതെന്ന് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിയുടെ സ്നേഹത്തിന് നമ്മൾ അംഗഭംഗം വരുത്തുകയാണ്. അവിടെ സ്നേഹം ശ്വാസം മുട്ടി മരിക്കും. സ്നേഹമെന്നത് ഒരു വ്യക്തിയുമായുള്ള കരാറൊന്നുമല്ല, മറിച്ച് നമ്മൾ സ്നേഹമുള്ളൊരു മനോഭാവത്തിലായിരിക്കുക എന്നതാണ്. യേശു പറഞ്ഞില്ലേ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കൂ എന്ന്. ബുദ്ധിജീവികൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കും? എന്നാൽ സ്നേഹം ഒരു പ്രവൃത്തിയല്ലെന്നും അതൊരു മനോഭാവമാണെന്നും തിരിച്ചറിഞ്ഞാൽ ഇതിൽ യാതൊരുവിധ വിരോധാഭാസവുമില്ല. നമ്മുടെ ശത്രു മുന്നിലുണ്ടെങ്കിലും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കും. ശത്രുവാണെന്ന് കരുതി നമ്മൾ ശ്വാസം പിടിച്ചു വെക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലെ അവസ്ഥ സ്നേഹമാണെങ്കിൽ മുന്നിലുള്ളത് ആരായാലും നമ്മൾ സ്നേഹം പ്രസരിപ്പിക്കും. വെറുപ്പ് നമ്മുടെ സ്വഭാവമല്ലെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. എപ്പോഴും ദേഷ്യഭാവത്തിലായിരിക്കുന്ന ചിലരുണ്ട്. അവർക്ക് സ്നേഹിക്കാൻ വലിയ പ്രയത്നം ആവശ്യമാണ്. അവരുടെയൊക്കെ സ്നേഹമെന്നത് ചായം പൂശിയ ഒന്നായിരിക്കും. നേരെ മറിച്ച് ഒരു ബുദ്ധനോ യേശുവിനോ വെറുക്കാൻ വലിയ പ്രയത്നം ആവശ്യമാണ്. അവർക്ക് വെറുപ്പ് അഭിനയിക്കേണ്ടി വരും. നമുക്കുള്ളിലെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുകയുള്ളൂ. സ്നേഹം ആത്മാവിൻ്റെ ശ്വാസമായി മാറുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ആരോടൊപ്പമായിരുന്നാലും നമ്മൾ ആനന്ദത്തിലായിരിക്കും. സ്നേഹമില്ലാത്ത ആത്മാവ് ഒരു ശവം പോലെയാണ്. അത് ജീവനില്ലാത്ത ഒരു രൂപം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം ഒരു പ്രയത്നമല്ല, അതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്നാണ്. അത് ആത്മാവിൻ്റെ ശ്വാസമാണ്. പ്രകൃതി നമുക്ക് നൽകുന്നത് ഒരൊറ്റ നിമിഷം മാത്രമാണ്. ആ നിമിഷം അവസാനിക്കുമ്പോഴാണ് അടുത്തത് നൽകപ്പെടുന്നത്. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് സ്നേഹമായിരിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ നിത്യതയുടെ രഹസ്യം കണ്ടെത്തിക്കഴിഞ്ഞു. സമയമെന്നത് മനസ്സിൻ്റെ നിർമ്മിതിയാണ്. എന്നാൽ സ്നേഹം സമയത്തിനും അപ്പുറമുള്ള ഒന്നാണ്. നമുക്ക് ചിന്തിക്കാൻ സമയം ആവശ്യമാണ്. ഒന്നുകിൽ നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവി കാലത്തെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ ജീവിക്കാൻ സമയം ആവശ്യമില്ലതാണ്. ഈ നിമിഷത്തിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന നിമിഷം അത് വർത്തമാനമല്ലാതായി മാറും. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സത്യത്തിൽ അവിടെയില്ല എന്ന് പറയാം. ചിന്ത എന്നാൽ ഇപ്പോൾ ഇവിടെ എന്ന അവസ്ഥയിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്. സ്നേഹമെന്നത് ചിന്തയില്ലാത്ത സാന്നിധ്യം മാത്രമുള്ള ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും സ്നേഹം ഇത്ര ആവശ്യമായി വരുന്നത്? സത്യത്തിൽ നമ്മുടെ പല സ്നേഹങ്ങളും ഭയത്തിൽ നിന്നുള്ള രക്ഷപ്പെടലുകളാണ്. ഈ പ്രപഞ്ചത്തിൽ താൻ വെറുമൊരു യാദൃശ്ചികത മാത്രമാണെന്നും ആർക്കും തന്നെ ആവശ്യമില്ലെന്നും മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്. ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ അസ്തിത്വത്തിന് എന്നെ ആവശ്യമുണ്ട് എന്നൊരു സുരക്ഷിത ബോധം നമുക്ക് ലഭിക്കും. ഈ മിഥ്യാബോധം നിലനിർത്താനാണ് നമ്മൾ ബന്ധങ്ങളിൽ പറ്റിപ്പിടിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം ഭയത്തിൽ നിന്നല്ല, മറിച്ച് നമ്മൾ അസ്തിത്വവുമായി ഒന്നാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ മരണമില്ലാത്ത ഒന്നിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ ശരീരത്തെയും മനസ്സിനെയും മാത്രമാണ് അറിയുന്നതെങ്കിൽ മരണം നമ്മളെ എപ്പോഴും ഭയപ്പെടുത്തും. ഭയമുള്ളവൻ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല.
അവൻ എപ്പോഴും സ്വയം സംരക്ഷിക്കുവാനുള്ള വെറുപ്പിലും ദേഷ്യത്തിലുമായിരിക്കും. എന്നാൽ ധ്യാനത്തിലൂടെ നമുക്കുള്ളിലെ മരണമില്ലാത്ത ആ സാക്ഷിയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഭയം അവിടെ ഇല്ലാതാകും. അപ്പോൾ സ്നേഹം ഒരു പ്രയത്നവുമില്ലാതെ ശ്വാസോച്ഛ്വാസം പോലെ നമ്മിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം സമയത്തിൻ്റെ ഭാഗമല്ല, അത് ഇപ്പോൾ എന്ന നിത്യതയുടെ ഭാഗമാണെന്നാണ്. ഭയമില്ലാത്തവന് മാത്രമേ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. പല മതങ്ങളും ആത്മീയ പ്രസ്ഥാനങ്ങളും നമ്മളോട് പറയുന്നത് നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നാണ്. എന്നാൽ തന്ത്രശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് മാത്രമേ നമുക്ക് യാത്ര തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ നമ്മുടെ സത്യം എന്നത് നമ്മുടെ ഈ ശരീരമാണ്. ആത്മാവിനെ കുറിച്ച് നമുക്ക് പല സങ്കല്പങ്ങളും ഉണ്ടാകാം, പക്ഷേ അതൊക്കെ വെറും ആശയങ്ങൾ മാത്രമാണ്. മരണം മുന്നിൽ വരുമ്പോൾ മാത്രമേ വിശ്വാസങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്ത്രം തുടങ്ങുന്നത് ശരീരത്തിൽ നിന്നാണ്. കാരണം ശരീരം ഒരു വസ്തുതയാണല്ലോ. എന്തുകൊണ്ടായിരിക്കും മിക്ക മതങ്ങളും ശരീരത്തെ നിന്ദിക്കുന്നതെന്ന് അറിയാമോ? അവർ ശരീരത്തെയും ആത്മാവിനെയും രണ്ടായി വിഭജിക്കുകയാണ്. ശരീരം തിന്മയാണെന്നും ആത്മാവ് നന്മയാണെന്നും നമ്മെ അവർ പഠിപ്പിക്കുകയാണ്. ഈ വിഭജനം നമ്മിൽ ഒരു യുദ്ധം സൃഷ്ടിക്കും. അതുവഴി നമ്മൾ നമ്മുടെ ശരീരത്തോട് തന്നെ പോരാടാൻ തുടങ്ങും. തന്ത്രത്തിന് ശരീരത്തോട് യാതൊരുവിധ നിന്ദയുമില്ല. വിവേകം എല്ലാറ്റിനെയും സ്വീകരിക്കുകയും അതിനെ രൂപാന്തരപ്പെടുത്തുമെന്നും തന്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തെ അടിച്ചമർത്തുന്നവനല്ല, അതിനെ അറിയുന്നവനാണ് യഥാർത്ഥ ആത്മീയവാദി. നമ്മളൊരു കാർ ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ ആ കാറിനെ നന്നായി പരിപാലിക്കേണ്ടതുണ്ട്. അതേസമയം കാറിനോട് നമ്മൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാത്ര തുടരാനാവില്ല. ശരീരമെന്നത് അപ്പുറത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള സുന്ദരമായ ഒരു വാഹനമാണ്. അത് വളരെ സങ്കീർണവും രഹസ്യാത്മകവുമാണ്. തന്ത്രശാസ്ത്രമനുസരിച്ച് ശരീരത്തെ മലിനമെന്നോ പാപമെന്നോ വിളിക്കുന്നത് ദൈവനിന്ദയാണ്. കാരണം ഈ പ്രപഞ്ചം നിഗൂഢമായി നിർമ്മിച്ചെടുത്ത ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ ഈ ശരീരമെന്നത്. അതിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. നമ്മൾ നമ്മുടെ ശരീരത്തിനെതിരെ തിരിയുന്ന ആ നിമിഷം തന്നെ നമ്മൾ നമ്മെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്ത്ര എന്തുകൊണ്ടാണ് രതിയെ അഥവാ സെക്സിനെ ഇത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ജന്മമെടുത്തത് ആ കേന്ദ്രത്തിൽ നിന്നാണ്. നമ്മുടെ അടിസ്ഥാന ഊർജം എന്നത് സെക്സാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് നീങ്ങാനാവില്ല. തന്ത്രം രതിയെ ആഘോഷിക്കുന്നത് അതിൽ തളച്ചിടുവാനല്ല, മറിച്ച് ആ ഊർജത്തെ എങ്ങനെ മുകളിലേക്ക് നയിക്കാമെന്ന് പഠിപ്പിക്കാനാണ്. ഓർക്കുക, വിഷത്തെ പോലും ഔഷധമാക്കാൻ അറിയുന്നവനാണ് ഒരു തന്ത്രജ്ഞൻ. ലൈംഗിക ഊർജത്തെ ആത്മീയ ഊർജമാക്കി മാറ്റുന്ന വിദ്യകൾ നമുക്കിനി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഒന്ന് നമ്മൾ തിരിച്ചറിയുക, ശരീരം ഒരു ശത്രുവല്ല, മിത്രമാണ്. അത് നമ്മുടെ ആത്മീയ യാത്രയിലെ ഏറ്റവും വലിയ വിലമതിക്കാനാകാത്ത ഒരു ഉപകരണമാണ്. ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ചിന്തിച്ചാൽ ഒരേ വൈദ്യുതി തന്നെയാണ് ഒരു ബൾബ് കത്തിക്കാനും ഒരു ഫാൻ കറക്കുവാനും ഒരു എയർ കണ്ടീഷൻ പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കുന്നത്. അതുപോലെ മനുഷ്യനിലെ ഊർജവും ഒന്നേയുള്ളൂ. ആ ഊർജത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ഒരു പ്രകടനമാണ് സെക്സ് എന്നത്. അത് ഏറ്റവും ഉയർന്ന തലത്തിലെത്തുമ്പോൾ അതിനെ നാം സമാധി എന്ന് വിളിക്കും.
ഊർജം താഴേക്കൊഴുകുമ്പോൾ അത് പ്രജനനമാണ്, മുകളിലേക്കൊഴുകുമ്പോൾ അത് പ്രകാശവുമാണ്. ഈ കവികളും ചിത്രകാരന്മാരും പലപ്പോഴും സെക്സിനെ കുറിച്ച് അധികം ചിന്തിക്കാറില്ല. അതിൻ്റെ കാരണം അവരുടെ ഊർജം മറ്റൊരു വഴിയിലൂടെ പ്രവഹിക്കുന്നത് കൊണ്ടാണ്. ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ അവൾക്ക് വലിയൊരു സംതൃപ്തി ലഭിക്കും. കാരണം അവൾ തൻ്റെ ലൈംഗിക ഊർജത്തെ ഒരു പുതിയ ജീവനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു. അവിടെ പുരുഷന് പ്രകൃതിയ അമ്മയാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ചിത്രരചനയിലൂടെയോ സംഗീതത്തിലൂടെയോ കവിതയിലൂടെയോ അമ്മയാകാൻ ശ്രമിക്കുകയാണ്. ഏതൊരു വലിയ സൃഷ്ടിയും, അത് ചിത്രമായാലും പാട്ടായാലും, നമ്മുടെ ലൈംഗിക ഊർജത്തിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ്. ലോവർ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് ഹയർ ക്രിയേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൃഷ്ടികർമ്മമാണ്. നമ്മിലെ ഈ ഊർജം മുകളിലെ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സ്നേഹമായും പിന്നീട് അത് സൃഷ്ടിയായും മാറുകയാണ്. ഭാരതീയ ദർശനത്തിൽ നാം ദ്വിജൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമതും ജന്മമെടുത്തവൻ എന്നാണ് ഇതിനർത്ഥം. ജൈവശാസ്ത്രപരമായ ജന്മം എന്നത് നമ്മുടെ താഴത്തെ ചക്രത്തിലൂടെ, അതായത് സെക്സ് സെൻറ്ററിലൂടെ ഊർജം പുറത്തു പോകുമ്പോൾ മറ്റൊരു ശരീരത്തിന് ജന്മം നൽകുന്നതാണ്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ അതേ ഊർജം സഹസ്രാര ചക്രത്തിലൂടെ, അതായത് നമ്മുടെ ശിരസിൻ്റെ മുകളിലൂടെ പ്രപഞ്ചത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഒരു പുതിയ ജന്മം നൽകുകയാണ്. അത് ആത്മീയ ജന്മമാണ്. അപ്പോൾ നമ്മൾ ഒരു സാധാ ശരീരമല്ല, നമ്മളൊരു ആത്മീയ ബോധമാണ്. ഈ പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ സെക്സിനെ അടിച്ചമർത്തേണ്ടതില്ല, മറിച്ച് ആ ഊർജത്തെ തിരിച്ചറിയുകയാണ് വേണ്ടത്. ധ്യാനം എന്നത് ഊർജത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. സാധാരണയായി നമ്മുടെ ഊർജം പുറത്തുള്ള വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കുമാണ് ഒഴുകുന്നത്. എന്നാൽ ധ്യാനത്തിൽ ഈ ഊർജം നമുക്കുള്ളിലെ ചക്രങ്ങളിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഊർജം നമ്മുടെ ഹൃദയത്തിലെത്തുമ്പോൾ നമ്മൾ സ്നേഹമായി മാറും. അത് സഹസ്രാരത്തിലെത്തുമ്പോൾ നമ്മൾ സാക്ഷിയായി മാറുകയാണ്. ഈ യാത്രയിൽ നമ്മുടെ ശരീരത്തെ ഒപ്പം കൂട്ടുക. കാരണം ശരീരത്തിലെ ഈ കേന്ദ്രങ്ങളിലൂടെ വേണം ഊർജത്തിന് സഞ്ചരിക്കാൻ. അടിച്ചമർത്തപ്പെട്ട ഊർജം ഒരു അഴുക്ക് ചാല് പോലെയാണ്. എന്നാൽ ഒഴുകുന്ന ഊർജം ഗംഗാനദി പോലെ പവിത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സെക്സ് എന്നത് പാപമല്ല, അതൊരു തുടക്കം മാത്രമാണെന്നാണ്. ആ ഊർജത്തെ മുകളിലേക്ക് നയിക്കുമ്പോൾ നാം ഒരു പുതിയ മനുഷ്യനായി പുനർജനിക്കുകയാണ്. പലരും സ്വയം ചോദിക്കാറുണ്ടാകാം, സ്നേഹം സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ സ്നേഹം ഒരു ബന്ധനമായി മാറുന്നതെന്ന്? സത്യത്തിൽ അവിടെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹത്തെയല്ല, മറിച്ച് അടിമത്തത്തെയാണ് അബോധപൂർവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്കാകാൻ ഭയമാണ്. നമ്മുടെ ഏകാന്തതയെ നേരിടാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് നാം മറ്റൊരാളെ പറ്റിപ്പിടിക്കുകയാണ്. ഈ പറ്റിപ്പിടിക്കൽ ഒരിക്കലും സ്നേഹമല്ല, അതൊരു സുരക്ഷാ സംവിധാനം മാത്രമാണ്. നമ്മൾ മറ്റൊരാളെ കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അയാളെ ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് ഒരു വസ്തു എന്ന നിലയിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. വസ്തുക്കൾക്ക് മാത്രമേ ഉടമസ്ഥാവകാശം ഉണ്ടാവുകയുള്ളൂ. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമാണ് ഉണ്ടാകുക. യഥാർത്ഥ സ്നേഹം എന്നതൊരു പങ്കുവെക്കലാണ്. പക്ഷെ അതിനാദ്യം നമ്മുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കുള്ളിൽ ശൂന്യമാണെങ്കിൽ നമ്മൾ മറ്റൊരാളിൽ നിന്ന് സ്നേഹം ഇരക്കുകയാണ് ചെയ്യുക. രണ്ട് യാചകർക്ക് പരസ്പരം എന്ത് നൽകാൻ കഴിയും? ഇവിടെയൊക്കെയാണ് ബന്ധങ്ങൾ ദുരിതമായി മാറുന്നത്. എന്നാൽ നമ്മൾ ധ്യാനത്തിലൂടെ നമ്മുടെ ആന്തരിക കേന്ദ്രത്തെ കണ്ടെത്തുമ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ പൂർണ്ണനാകുകയാണ്.
അപ്പോൾ സ്നേഹമെന്നത് ഒരാളെ ആശ്രയിക്കലല്ല, മറിച്ച് നമുക്കുള്ളിലെ ആനന്ദം മറ്റൊരാളിലേക്ക് നിറഞ്ഞൊഴുകുന്നതായി മാറും. നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആനന്ദത്തിലായിരിക്കും, എന്നാൽ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ ആനന്ദം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഇതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹം ഒരാളിൽ മാത്രം ഒതുങ്ങാതെ ഈ പ്രപഞ്ചത്തോളം വളരുമ്പോഴാണ് അത് ഭക്തിയായി മാറുന്നത്. നമ്മുടെ സ്നേഹം ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ അത് പരിമിതമാണ്. എന്നാൽ അത് നക്ഷത്രങ്ങളെയും പുഴകളെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയായി മാറുമ്പോൾ അതവിടെ ഭക്തിയായി മാറുകയാണ്. ഇവിടെ ഞാനെന്ന കേന്ദ്രം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. രാമകൃഷ്ണ പരമഹംസനെ പോലെയോ മീരയെപ്പോലെയോ ഉള്ള ഒരു ഭക്തൻ തൻ്റെ പ്രിയപ്പെട്ടവനിൽ സർവ്വതിനെയും ദർശിക്കുകയാണ്. അവിടെ ചങ്ങലകളില്ല, അവിടെ പ്രകാശത്തിൻ്റെ മഹാകാശങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് സ്നേഹത്തിൻ്റെ വിപുലമായ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. സ്നേഹമൊരു പ്രവൃത്തിയല്ല, മറിച്ച് നമ്മുടെ ശ്വാസമാകണം. നമ്മുടെ ശരീരത്തെ ബഹുമാനിക്കുക, ഊർജത്തെ തിരിച്ചറിയുക, മറ്റൊരാളെ ബന്ധിക്കാൻ ശ്രമിക്കാതിരിക്കുക, പകരം സ്വയം വിടരാൻ ശ്രമിക്കുക. ദിവ്യബോധം എന്ന ഈ ചാനലിലൂടെ നാം ലക്ഷ്യമിടുന്നത് നമ്മുടെ ആന്തരിക പരിവർത്തനമാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം. നമ്മൾ ശ്വസിക്കുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് സുഗന്ധമായി പടരട്ടെ. അഹന്തയുടെ തടവറകൾ തകർന്ന് നിങ്ങൾ ഭക്തിയുടെ ചിറകിലേറി പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്കുള്ളിലെ ആ പരമമായ ചൈതന്യത്തിന് സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.